ആണ് അവരുടെ ഒരു എക്സ്പീരിയൻസ്. ഇതേ ഒരു ചേച്ചിയുണ്ട്, വന്നേ തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞേ. എന്താ പേര്? തൃശ്ശൂർ പൂരത്തിന്റെ വിശേഷം ഒരുപാടുണ്ട്. എന്റെ പേര് ജോസഫൈൻ ആന്റണി. ഞാനിപ്പോ താമസിക്കുന്നത് അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഈ നാട്ടിലെ ഈ തൃശ്ശൂർ ജനിക്കാൻ സാധിച്ചത് തന്നെ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അഭിമാനമാണ്, തൃശ്ശൂരിന്റെ അഭിമാനമാണ്. എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകതയുള്ളത്, ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ കുറെ വെടിക്കെട്ടുകൾ പൊട്ടും. ആ വെടിക്കെട്ടുകളെല്ലാം ഞങ്ങളുടെ അപ്പച്ചനും ബ്രദറൊക്കെയാണ് ഒരുപാട് കാലം തിരുവമ്പാടി ഭാഗത്ത് ചെയ്തിരുന്നത്. അത് അവരുടെ പേരെന്താ? ചേലപ്പാടൻ അന്തോണി. ആരും അറിയാത്തല്ലേ, ലോകം മുഴുവൻ അറിയുന്നതാണ് അപ്പച്ചൻ, ബ്രദറ് ചേലപ്പാടൻ അന്തോണി, മകൻ റപ്പായി. അപ്പൊ ഒരുപാട് വർഷം ചേലപ്പാടൻ അന്തോണിച്ചന്റെ മകളാണ്, താഴെയുള്ള മകളാണ് ഞാൻ, ജോസഫൈൻ. അപ്പൊ ഇന്നലെ രാവിലെ തൊട്ട് വന്നു, രാത്രി 10:30 മണിക്കാണ് ഞാൻ വീട്ടിലോട്ട് ചെന്നത്. അതുവരെ പൂരപ്രേമികളുടെ കൂടെ, വെടിക്കെട്ടിന്റെ കൂടി, തിരുവമ്പാടിയുടെ കൂടി, എല്ലാ വെടിക്കെട്ടുകാരുടെ കൂടി അതെല്ലാം കണ്ട് അതെല്ലാം ആസ്വദിച്ചു. മാത്രമല്ല അതെല്ലാം ഞാൻ വീഡിയോ പകർത്തി എന്റെ അപ്പച്ചന്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ പാരമ്പര്യം കൂടിയാണല്ലോ അല്ലേ. അതിന്റെ അപകടങ്ങളും അവസ്ഥകളും എല്ലാം മനസ്സിലായിട്ടുള്ളത് കൊണ്ട് അത് വളരെ ശ്രദ്ധപൂർവ്വം എനിക്കത് കൈകാര്യം ചെയ്യാൻ സാധിച്ചു. കളക്ടർ ഉണ്ടായിരുന്നു, മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടെ രാത്രി 7 മണി വരെ ആ പൂരപ്പറമ്പിൽ ഞാൻ നടന്നു. 7 മണിക്ക് ശേഷം പുറത്ത് കടന്നു, തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിന്റെ മേലെ കയറി നിന്ന് 9:30 വരെ എല്ലാ പരിപാടിയും കണ്ടു, ഓട്ടോ വിളിച്ചു പോയി. അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്, സന്തോഷമാണ്. 2 മക്കൾ വിദേശത്താണ്. അപ്പോൾ എല്ലാ വർഷവും ഇത്രയും വിശാലമായി കാണാൻ വരാറില്ല, എങ്കിലും ഏറെക്കുറെ ഒരു പ്രാവശ്യമെങ്കിലും കാണും. ഈ തവണ 5 ദിവസം, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, ഇന്ന് നാളെ മറ്റന്നാൾ എല്ലാ ദിവസവും ഇനി ഇവിടെ വരണം. അതാണ് സന്തോഷം. ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ടാവും. എന്ത് ചെയ്യുന്നു? ഞാൻ ബാങ്കിലായിരുന്നു, റിട്ടയറായി. ഇപ്പോൾ പൊതുപ്രവർത്തനങ്ങളായിട്ട് ഉരുൾപൊട്ടിയ വയനാട്ടിലെ ചൂരൽമലയിലാണ് 9 മാസമായിട്ട്. ഇവിടെ വിശേഷങ്ങളാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. അവിടുത്തെ മക്കളോട് കൂടി അവിടുത്തെ വിഷമങ്ങളും ഘട്ടങ്ങളും കണ്ടപ്പോൾ TV-യിൽ കണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാണ്. സന്തോഷമായിട്ട് അവരുടെ കൂടെ കഴിയുന്നു. അപ്പൊ ഈ പൂരം നമുക്ക് എല്ലാവർക്കും, ഈ തൃശ്ശൂർക്കാർ മാത്രമല്ല, ഈ ലോകം മുഴുവൻ ആസ്വദിക്കുന്ന ഈ നിമിഷം നമുക്കും അണിചേരാം. അതാണ് ജോസഫൈൻ ചേച്ചി പറഞ്ഞ പോലെയാണ്. അവർ വയനാട്ടില് ചൂരൽമലയിലും മുണ്ടക്കയിലൊക്കെ അവിടെ ഉരുൾപൊട്ടൽ അതിജീവിതർക്ക് വേണ്ടി സജീവമായി ഇടപെടുകയാണ് ജോസഫൈൻ ചേച്ചി. മാത്രമല്ല പിതാവല്ലേ, ചേലപ്പാടൻ അന്തോണി, അവരാണ് ഇവിടെ നേരത്തെ ഇവിടുത്തെ വെടിക്കെട്ടിനൊക്കെ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തിത്വം ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഒരു പാരമ്പര്യത്തിൽ അവർ വലിയ രീതിയിൽ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ചേച്ചി കാണാം നമുക്ക് എന്തായാലും കേട്ടോ, ഇനിയും കാണണം. അതെ, പൂരത്തിന്റെ വിശേഷങ്ങളുമായിട്ട് കാണണം കേട്ടോ.